ഒന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ സിറാജുദ്ദീൻ കാസിം ഉസ്താദ് സന്തോഷകരമായിട്ട് വരുന്നു. അദ്ദേഹം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ തൻ്റെ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ട് ഒക്കെ സുഖമായിരിക്കുന്നു, അസുഖങ്ങൾക്കൊക്കെ വലിയ ആശ്വാസമുണ്ട് എന്നൊരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. മാഷാ ഇയാൾ വലിയ ആത്മീയ ഗുരു, ആത്മീയ സിദ്ധിയുള്ള വലിയൊരാളാണെന്നാണ് നമ്മൾ പരിചയപ്പെടുത്തി വിശ്വസിപ്പിച്ചതാണ്. ഈ ബഷീർ വാഫി പിന്നെ റഫീഖൊക്കെ കൂടിയിട്ട് ഇയാൾ ഭയങ്കര കഴിവുള്ള ആളാണ്, ലോകം വരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളാണെന്നുള്ള രീതിയിലാണ് പരിചയപ്പെടുത്തിയത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ആദ്യം പങ്കുവെക്കാനുള്ളത്. രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ സിറാജുദ്ദീൻ കാസിം ഉസ്താദ് സന്തോഷകരമായിട്ട് വരുന്നു. അദ്ദേഹം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ തൻ്റെ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ട് ഒക്കെ സുഖമായിരിക്കുന്നു, അസുഖങ്ങൾക്കൊക്കെ വലിയ ആശ്വാസമുണ്ട് എന്നൊരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. മാഷാ, നമ്മളും ആഗ്രഹിക്കണം അതാണ്. ഒരുപാട് പേര് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്, സന്തോഷമാണ് ഞാൻ പങ്കുവെക്കാനുള്ളത്. ഈ പരിപാടികൾക്ക് ഇങ്ങനെ പോകുമ്പോൾ ആരോഗ്യം നോക്കാതെ പോയി അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അനുഭവിച്ചിരുന്നത്. കാരണം നമുക്ക് ശാരീരികമായിട്ട് നമ്മളുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. പലപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഇതിനിടയിലൊക്കെ അദ്ദേഹത്തിന് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ആളുകൾ ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായിട്ട് പോലും ചികിത്സക്ക് അദ്ദേഹം മടിച്ചിരുന്നത് പരിപാടി ക്യാൻസലായിട്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ അത് ഒരുപാട് ഓവറായപ്പോഴാണ് ചികിത്സക്ക് പോയത്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു. ഇപ്പോൾ ഈ ഡിസ്ക് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരികയും അതൊരു വലിയ ഗുരുതരമായൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അത്രയൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. ഇപ്പോൾ ഉസ്താദ് ഇൻഷാ അല്ലാഹ് റാഹത്താണ്. അപ്പോൾ ആ ഒരു വിവരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സന്തോഷം പങ്കുവെക്കുന്നത്. വേറൊരു വാർത്ത ഞാൻ കണ്ടു, മനോരമയിലാണ് ആ വാർത്ത. പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾ ചിന്തിക്കേണ്ട ഒരു വാർത്ത, ആത്മീയമായ തട്ടിപ്പ്. ഒരുപാട് പേരുടെ പണം തട്ടിയതാണ് ആ വാർത്ത. ആത്മീയ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരല്ല, ആരുടെ കയ്യിൽ നിന്ന് റുപ്യ പോലും ഒരു വാങ്ങില്ല. അവർ യഥാർത്ഥ ആത്മീയ ആചാര്യന്മാർ, മശായിഖന്മാർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാൽ അറിയപ്പെടാൻ പോലും ആഗ്രഹിക്കില്ല. യഥാർത്ഥ മശായിഖന്മാർ അങ്ങനെയാണ്. എത്രത്തോളം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുന്നോ അതിഷ്ടപ്പെടുന്നവരാണ്. ആത്മീയതയുടെയും വ്യാജ ചികിത്സയിലെയും മറവിൽ മലപ്പുറം കോട്ടക്കലിലെ ദിവ്യൻ PCH ഷംസുദ്ദീൻ കോടികൾ തട്ടിയതായി പരാതി. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ഒട്ടേറെ പേർ പണം നഷ്ടമായെന്ന് പരാതിയുമായി. കോഴിക്കോട് നാദാപുരത്തെ ആദിലിന്റെ ആത്മഗുരുവാണെന്ന് പ്രഖ്യാപിച്ചാണ് ഷംസുദ്ദീൻ തട്ടിപ്പ് നടത്തിയത്. പല ഘട്ടങ്ങളിലായി ആദിലിന്റെ കയ്യിൽ നിന്ന് മാത്രം കൈക്കലാക്കിയത് 2 കോടിയിലധികം രൂപ. പടച്ചോനെ, ഒരു ആത്മീയ ഗുരു 2 കോടിയിലധികം രൂപ. ഇത് കൊണ്ട് കൊടുക്കണോ പൊട്ടനാണോ? ദുനിയാവിയായ ലാഭം ആഗ്രഹിച്ചിട്ടാണ് ഈ കാശ് കൊടുക്കണം. സത്യം പറഞ്ഞാൽ അതാണ്. എന്നിട്ട് ഇപ്പോൾ പേരെന്തായി? ആത്മീയ തട്ടിപ്പ്. ഇത് നല്ലതിനും കൂടിയാണ് ഈ പേര് നശിപ്പിക്കണതേ. തട്ടിപ്പ് ഇരയായ ആളുകൾ പറയട്ടെ ബാക്കി. വലിയ ആത്മീയ ഗുരു, ആത്മീയ സിദ്ധിയുള്ള വലിയൊരാളാണെന്നാണ് നമ്മൾ പരിചയപ്പെടുത്തി വിശ്വസിപ്പിച്ചതാണ്. ഈ ബഷീർ വാഫി പിന്നെ റഫീഖൊക്കെ കൂടിയിട്ട് ഇയാൾ ഭയങ്കര കഴിവുള്ള ആളാണ്, ലോകം വരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളാണെന്നുള്ള രീതിയിലാണ്. ലോകം വരെ നിയന്ത്രിക്കേ? അത് റബ്ബുൽ ആലമീനല്ലേ, അള്ളാഹു അല്ലേ. ഇനി വേറെ ആരെ ലോകം നിയന്ത്രിക്കണേ? പരിചയപ്പെടുത്തിയത് ഇയാളെ ഓരോരോ കാര്യങ്ങൾ ഇവർ പറഞ്ഞു എന്ത് നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ഓരോരോ സമയം കാണുമ്പോഴും ഉസ്താദിനെ കഴിവുണ്ട്, ഉസ്താദിന് മാറാരോഗങ്ങൾ മാറ്റിയിട്ടുണ്ട്, ഉസ്താദിനെ പിന്നെ ജയിലിലെ ആൾക്കാർ ഇറക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ കഴിവുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാൾ എന്തോ ഒരു മസ്തിഷ്കം നമ്മളെന്തോ ഒരു സംഭവിച്ചത് കാരണം എനിക്ക് പിന്നെ ഒന്നും സംഭവിച്ചത്. ഇപ്പം കുടുങ്ങി ലോക്കായതിനു ശേഷമാണ് ഈ വിഷയം അറിയുന്നത്. ഇങ്ങനെ 2 കോടി ഞാൻ കൊടുക്കാൻ കൂടി അത്ര എന്തോ ഒരു സംഭവം ഇയാൾ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്കിയ സംഭവമാണ്. ഞാൻ അപ്പോൾ എന്തോ ഒരു മസ്തിഷ്കം ആക്കിയ കാരണമാണ് ഇയാൾ കാശ് കൊടുത്തത്. ഇപ്പം അതിൽ കുടുങ്ങി അവനവൻ്റെ വിവരക്കേടിന് കാശ് കൊടുത്തിട്ട് ഓരോരോ കാരണങ്ങൾ കണ്ടെത്തല്ലേ. ജ്വല്ലറി തട്ടിപ്പിൽ നമ്മളാണ്, മുസ്ലിങ്ങളാണ് ഇതിലൊക്കെ പോയി പെടുന്നത്. നറുക്കിൻ്റെ ഇതിലേക്ക് പോയി പെടുന്നത്. ലോട്ടറി തട്ടിപ്പ്, എല്ലാ തട്ടിപ്പുകളിലും ഈ മാപ്പിളാർ തന്നെ. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക. സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള തട്ടിപ്പിൽ നമ്മൾ പോയിട്ട് വീഴരുത്. അത്യാവശ്യം ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കുക. ഇങ്ങനെ പണം ചോദിക്കുന്ന പരിപാടിയാണെങ്കിൽ അവിടെ ആരും ഉണ്ടാവില്ല. ഞാറും നൂറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാറ് എന്ന് പറഞ്ഞാൽ തീ, ഇതാണ് ഇബിലീസിൻ്റെ പരിപാടി. നൂറ് എന്ന് പറഞ്ഞാൽ ആത്മീയത. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം അലിച്ചോക്ക്. ഞാറ് കരിച്ച് കളയുന്ന ഒരു വസ്തുവാണ്, നൂറ് പ്രകാശം ഉണ്ടാക്കുന്ന സാധനമാണ്. ആത്മീയവാദികൾ എന്ന് പറഞ്ഞാൽ ആത്മീയ ആചാര്യന്മാർ നൂറാണ്, പ്രകാശമാണ്. മറ്റതെന്താണ്? നാറാണ്. ഇബിലീസിൻ്റെ ആളുകളാണ് ഈ വ്യാജന്മാർ വരുന്നത്, അത് നാറാണ്. നാറും നൂറും കാണുമ്പോൾ നോക്കി നിങ്ങൾ ഒരേപോലെ തന്നെയല്ലേ? നാറ് നൂറ്, ഇത് വലിയൊരു സത്യമാണ്. ഇത് മനസ്സിലാക്കാതെ പോയി ചാടുന്നത് നമ്മുടെ ഉള്ളിൽ ആ നൂറില്ല. നാറിനോട് പോയി ചേരും, നൂറിലേക്ക് എത്തും.
ദിവ്യനായി അറിയപ്പെടുന്ന ഷംസുദ്ദീന് ആരെങ്കിലും പണം നൽകാൻ വിസമ്മതിച്ചാൽ ദൈവികമായ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് പതിവ്. തനിക്ക് മാലിയിലും ഖത്തറിലുമെല്ലാം സ്വർണ്ണ ഖനിയുണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചും പണം കൈക്കലാക്കിയതായി പരാതിയുണ്ട്. ഇങ്ങനത്തെ ഒരു തട്ടിപ്പാണെന്ന് അറിയാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. തട്ടിപ്പാണോ വെട്ടിപ്പാണോ എന്ന് അറിയാൻ മാർഗം. പണം ആവശ്യപ്പെടുന്നവരാണോ, എന്തിനും ഏതിനും പണം. നമ്മളിതുപോലെയുള്ള തട്ടിപ്പുകാരുടെ വലയിൽ പോയിട്ട് വീഴാം. ഇവർക്കൊക്കെ ദുനിയവിയായ ആഗ്രഹം മൂത്തിട്ടാണ് ഈ കാശ് കൊടുക്കുന്നത്. യഥാർത്ഥ ആഖിറം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആത്മീയമായ ഒരു ദാഹം നമ്മൾ ശമിപ്പിക്കേണ്ടത്. എനിക്കറിയാവുന്ന പല പല ആത്മീയ ഗുരുക്കന്മാരുണ്ട്, കള്ളുകുടിയന്മാർ വരെ ചെന്ന്. എനിക്കറിയാവുന്നൊരു ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ആരും അറിയപ്പെടാൻ നിൽക്കുന്നൊരു ആത്മീയ ഗുരു, അദ്ദേഹം ആരാലും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് അവിടെ ഞാൻ നീണ്ട താടിയും തൊപ്പിയൊക്കെ ഇട്ട് ഒരു അത്യാവശ്യം ഒരു ആരോഗ്യമുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഖിദ്മത്തിനായിട്ട് കൂടിക്കാൻ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, ഈ മനുഷ്യൻ അറിയുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ വലിയ ഖാദിമായിട്ട് വലിയൊരു മതപണ്ഡിതനെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഇയാൾ മതപണ്ഡിതനൊന്നുമല്ല, ഇയാളൊരു മുഴുകുടിയനായിരുന്നു. മുഴുകുടിയൻ എന്ന് പറഞ്ഞാൽ കുടിച്ച് വഴിയിൽ കിടക്കും. ഇദ്ദേഹത്തിന് ചെറിയ മത്സ്യബന്ധന ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുടിച്ച് കുടുംബം തകർക്കുന്ന ഒരാൾ. അങ്ങനെ വീട്ടുകാരെല്ലാവരും കൂടി ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്, ഒന്ന് നന്നാക്കി ഉപദേശിച്ച് വിടാൻ. അപ്പോൾ അദ്ദേഹത്തോട് പറയും ഒന്ന് ഇവിടെ ഇരുന്നോ എന്ന് പറയും. അവിടെ ഇരുന്നു. ഇതിന് നേരാവണമെന്ന് ആഗ്രഹം ഉള്ളിലുണ്ട് കേട്ടോ, പക്ഷെ ഇത് കുടി നിർത്താൻ പറ്റണ്ടേ. ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ പലതവണ കൊണ്ടുപോയിട്ട് പരാജയപ്പെട്ട ഒരു കേസാണ്. അദ്ദേഹം അന്നവിടെ നിന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ ശിക്ഷണം ഒന്നും പറഞ്ഞു കൊടുക്കണില്ല, പക്ഷേ അവിടെ നിന്നു. രണ്ടാമത്തെ ദിവസം ഈ മനുഷ്യനോട് പറഞ്ഞു, അവിടെ ചില ആളുകൾ ഒരു ഉദ്ഘാടനത്തിന് വരികയാണ്. ഉദ്ഘാടനം എന്താണ്, ഉസ്താദ് ഈ ആത്മീയ ഗുരുവിനെ ക്ഷണിക്കാൻ വരികയാണ്, നിങ്ങൾ അങ്ങനെ എവിടെ പോവലില്ല എന്നറിയാം, പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ അവിടേക്കുള്ള ദിക്ർ ഹൽക്കയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ വരണം, ഞങ്ങൾ വണ്ടി കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന ദിവസമാണ്, ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം എന്നൊക്കെ അദ്ദേഹം ഉറപ്പൊന്നും കൊടുത്തില്ല. അങ്ങനെ ആ ദിവസമായപ്പോൾ ഒരു വണ്ടി കൊടുത്തയച്ചപ്പോൾ ഈ തൻ്റെ അടുത്ത് വന്ന് ഈ കള്ളുകുടിയനായ നേരെയാവാത്തൊരു മനുഷ്യനുണ്ടല്ലോ, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. പോകുമ്പോൾ ഒരു കാര്യം ചെയ്യുക, ഒരു നല്ല തൊപ്പി വാങ്ങാം, ഒരു നല്ലൊരു മുഴുനീള ഒരു വൈറ്റ് ഡ്രസ്സ് വാങ്ങിയിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. ഇയാൾ എനിക്കൊന്നും അറിയില്ല, ഇതൊന്നും അറിയണ്ട. അപ്പോൾ ആ മനുഷ്യനെ ഇതുപോലെ ഡ്രസ്സ് ഇട്ടിട്ട് ഈ ഒരു ആത്മീയ ആചാര്യം പറഞ്ഞേക്കാണ്. ആ ദിക്ർ ഹൽക്കയിലേക്ക് കള്ളുകുടിയായിരുന്ന ഈ മനുഷ്യൻ, ഒരു മതപരമായ അറിവൊന്നുമില്ല, ഇദ്ദേഹം അവിടെ ചെന്ന് കയറി. അപ്പോൾ ആളുകളൊക്കെ തെക്ബീർ ഇങ്ങനെ വിളിച്ചു. അത് അവർ കരുതിയതോ വലിയ മൊയിലേരാണ് ഈ വരുന്നത്, വലിയ എന്തോ ഒരു ഷേഖ് വരാന്നാണ്. അതിനെ സ്വീകരിച്ചു. അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. ആ ഒരു യാത്ര, ഒരു ആത്മീയ ആചാര്യൻ എങ്ങനെയാണ് ഒരു കള്ളുകുടിയനായൊരു മനുഷ്യന് ആത്മീയ ശിക്ഷണം നടത്തുന്നത്, അത് ഭൗതികമായ ഒരു നേട്ടത്തിനുമല്ല. ആ ഒരു പോക്കോടുകൂടി മനുഷ്യൻ്റെ ഉള്ളിൽ നിസ്കാരം, ഈ മതകാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഗൗരവം വരികയാണ്. എപ്പോഴും അദ്ദേഹം ദിക്റുകൾ ചൊല്ലി നമസ്കാരം ഒരു മുടക്കം വരുത്താതെ ഇന്ന് ഞാൻ ആ മനുഷ്യനെ ഞാൻ അവിടുന്ന് കാണുകയാണ്. അപ്പോൾ ആത്മീയ ഗുരുക്കന്മാർ എന്നൊക്കെ പറഞ്ഞാൽ, റിയലി ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ സാന്നിധ്യം മതി നമ്മൾ ആത്മീയ ശിക്ഷണം നേടാൻ. പണത്തിനല്ല, 1 രൂപ കൊടുത്താൽ പോലും അവർ വാങ്ങില്ല. അതാണ് യഥാർത്ഥം. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ അനുഭവം കൊണ്ട് സാക്ഷിയായ ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥ ഗുരുക്കന്മാരിങ്ങനെയാണ്. ഇത് കുറേ തട്ടിപ്പ് നടത്തുന്ന കുറേ ആളുകൾ, ഇങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് 100 അനുഭവങ്ങളുണ്ട്. പക്ഷെ ഞാനിത് പറയാത്തത്, അവരൊന്നും ജനങ്ങളാൽ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ്. അവർക്ക് ഇങ്ങനത്തെ പേര് വേണ്ട, പെരുമ വേണ്ട, ഫോട്ടോ വേണ്ട, വീഡിയോ വേണ്ട, വാട്സപ്പ് വേണ്ട, ഇൻസ്റ്റ വേണ്ട, ഗ്രൂപ്പോ സ്വലാത്ത് മജ്ലിസോ ലൈവ് മജ്ലിസോ ഒന്നും നടത്തൂല. അപ്പോൾ നമ്മൾ ഇന്നാൾ പറഞ്ഞില്ലേ, ഒരു സ്വലാത്ത് മജ്ലിസും ലൈവ് പ്രോഗ്രാമൊക്കെ നടത്തുന്ന ഒരാൾ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് 2.25 പവൻ അടിച്ചു മാറ്റിയ കഥ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോ വന്നു. നേരത്തെ ഒരു പരാതി കൊടുത്തിരുന്നു, സ്റ്റേഷനിലേക്ക് വീഡിയോ വന്നതിന് ശേഷം അവർ വിളിപ്പിച്ചു. ഇപ്പോൾ അത് അടുത്ത മാസം ആ സാധനം തിരിച്ചു കൊടുക്കാമെന്ന് കരാർ എഴുതിക്കാണ്. അയാളെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ പോലീസ് പിടിച്ച് വെച്ചിക്കണം, ആധാറൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. അയാൾ നടത്തിയത് തെറ്റാണ്. അയാൾ ചോദിച്ചിക്കാണ്, നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോയിൽ ഇത് പറഞ്ഞത് എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ പറഞ്ഞ ശേഷം അവരത് കൊടുക്കാൻ അടുത്ത മാസം കൊടുത്തില്ലെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോ ഇടും, ആളെ പേരെന്നെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാണുന്ന ഒരാൾക്കും അറിയില്ല. നമ്മളൊരാളെ വഷളാക്കണ്ടല്ലോ, നേരാവാണെങ്കിൽ നേരാവട്ടെ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്ന സംഭവം നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആളുകൾ ഇത് നടത്തുന്നവരെല്ലാം അവർക്ക് ദുനിയവായിട്ടും, അവർക്ക് റസൂലുള്ളയാണ് അവരുടെ മെയിൻ, അള്ളാഹിൻ്റെ ഹബീബിനുള്ളൊരു ഇഷ്ടം. ആ പ്രണയമാണോ ക്രോധമാണോ അതാണ് അവരുടെ മനസ്സിലുണ്ടാവുക. ഇതെന്താണ്, ഇത് പണമാണോ പ്രശസ്തിയാണോ, ഇതാണ് ഇങ്ങനത്തെ. അതാണ് നാറും നൂറും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം അറിയാത്തവരാണ് ഇതുപോലെ പോയി പെടുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു കക്ഷിനൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം, ആരാണ്
ഈ തട്ടിപ്പ് നടത്തിയ ആൾ, നമുക്കിതിന് തട്ടിപ്പ് നടത്തിയവരെ കുറിച്ച് വലിയ പരിചയമില്ല. നമ്മൾ ഇത്തരം മേഖലയ്ക്ക് പോകുന്ന ഒരാളല്ല. അള്ളാഹു കാക്കട്ടെ, നല്ലത് കാണാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാനൊരു ശ്മശാനത്തിൻ്റെ ഒരു ആളുകളെ ഖബറടക്കുന്ന ഒരു ഭാഗത്തിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ കണ്ടാൽ ഇതേത് ആളുകളെ ഖബറടക്കുന്ന ഒരു സ്ഥലമാണ്, എവിടെയുള്ളതാണ് എന്ന് പറയാൻ കഴിയുമോ? ഇത് ഇന്ത്യയിലല്ല, ഞാൻ പറയാം, ഇത് ഇന്ത്യയിലല്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ ഇത് ഒരു ഗൾഫ് രാഷ്ട്രത്തിലാണ്. ഇവിടെയാണ് ഒരുപാട് മഹാന്മാരെ കബറടക്കിയിട്ടുള്ളത്. ഈ ഒരു കബറടക്കിയ സ്ഥലം എവിടെയാണ്, അത് ഏത് കബറടക്കുന്ന സ്ഥലമാണ്? ഇതാണ് നിങ്ങൾ ഉത്തരമായിട്ട് പറയേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.